തേനിനേക്കാൾ മധുരമാണ് തിരുവചനം. 34 സങ്കീർത്തനം 8 വാക്യത്തിൽ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവീൻ എന്ന് നാം വായിക്കുന്നു. തേനിനേക്കാൾ തേൻകട്ടയേക്കാൾ മധുരമുള്ള തിരുവചനം. ലോകത്തിൽ മധുരമുള്ളതൊന്നും ഇപ്പം ആർക്കും കഴിക്കാൻ പറ്റത്തില്ല. ലഡു കഴിക്കരുത്, ജിലേബി കഴിക്കരുത്, അലുവ കഴിക്കരുത്, പഞ്ചസാര കഴിക്കരുത്. പല ഹോട്ടലുകളിലും എഴുതി വച്ചിരിക്കുന്നത് വെള്ള നിറമുള്ള പഞ്ചസാര ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നാണ്. അത് വിഷമാണ്, അത് മനുഷ്യനെ രോഗിയാക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇന്ന് ഷുഗർ രോഗികൾ വർദ്ധിച്ചിരിക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വചനം തേനിനേക്കാൾ തേൻകട്ടയേക്കാൾ മധുരമുള്ളതാണ്. അത് നിങ്ങൾക്ക് ആവശ്യം പോലെ ഭക്ഷിക്കാം, ഒരു രോഗവും വരികയില്ല. സകല രോഗത്തെയും സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ വചനം. സങ്കീർത്തനം 107:20 അവൻ തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്നും അവരെ വിടുവിച്ചു. അവൻ വചനമാകുന്ന തേൻ നിനക്ക് അയച്ചു തന്നേ, നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. വചനം തേനാണ്, തേനിനേക്കാൾ മധുരമുള്ളതാണ്. അതുകൊണ്ടാണ് 34 സങ്കീർത്തനം 8 വാക്യത്തിൽ യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്നെഴുതിയിരിക്കുന്നത്. ഏത് കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുവോ, കഷ്ടതകളുടെ മധ്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുവോ, രോഗക്കിടക്കയിലാവാം നിങ്ങൾ, സാമ്പത്തിക ക്ലേശത്തിലാവാം നിങ്ങൾ, കുടുംബജീവിതം പരാജയത്തിൻ്റെ വക്കിലായിരിക്കാം, പരീക്ഷയിൽ തോറ്റു കാണാം. പക്ഷേ നിങ്ങൾ ഭയപ്പെടേണ്ട. വചനം നന്നായി ഭക്ഷിക്കുക. നിങ്ങളുടെ ജീവിതത്തെ ആ വചനം മധുരമാക്കി മാറ്റും.